പൂജാമുറിന്ന് വിളക്കെടുത്ത് കണ്ണു തുറന്നല്ലേ നീ ഉമ്മറത്തേക്ക് വന്നത്? പിന്നെങ്ങനാ ഇവിടെ ആരെങ്കിലും നിന്നാ നീ കാണാതിരിക്കുന്നത്? രാധികയെ കുറച്ച് കടുപ്പത്തിൽ ചോദ്യം ചെയ്താ ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിയാന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, അമ്മ ഏട്ടത്തേക്ക് എപ്പോഴാ വന്നേ? ഞങ്ങൾ അപ്പൊ തന്നെ വന്നു. നിങ്ങൾ അപ്പൊ തന്നെ വന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഞാനും കൽപ്പനയും ഇവിടുന്ന് അപ്രത്യക്ഷരായി. എന്നിട്ട് ഞങ്ങൾ മുറിയിൽ പോയി അല്ലേ? ഞാൻ പറയാം. രാധികയ്ക്ക് നേരെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ആരാണെന്ന് ഞാൻ പറയാം. ഈ വീട്ടിൽ ഇതിനു മുമ്പ് സംഭവിച്ച കാര്യങ്ങളുടെ തുടർച്ച തന്നെ. പ്രിയങ്കയുടെ ആത്മാവിന്റെ കളി തന്നെയാ ഇത്. ഒന്ന് നിർത്തുന്നുണ്ടോ? പ്രിയങ്കയുടെ ആത്മാവ് ഏത് കാലത്ത് നിന്നാ നിങ്ങൾ ഇത് പറയുന്നുള്ള കാര്യം ഓർമ്മ വേണം. എല്ലാ കാലത്തും വീട്ടിലെ ചെറുപ്പക്കാർ ഇതൊക്കെ നിഷേധിച്ചിട്ടേ ഉള്ളൂ. ഇതിനു മുമ്പുണ്ടായ അനുഭവങ്ങളൊക്കെ നിഷേധിച്ചിട്ടില്ലേ? ഏട്ടത്തി, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ടേ ഏട്ടത്തി? അനുഭവങ്ങൾ ചിലതുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് സൃഷ്ടിച്ചവരെ തെരഞ്ഞാണല്ലോ ഈ നടക്കുന്നത്. എന്താ മുത്തശ്ശിയുടെ പ്രശ്നം? ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഞങ്ങൾ ഉത്തരവാദികളാണെന്ന് കാണിച്ച് ഞങ്ങളെ കണിമംഗലത്ത് നിന്ന് പുറത്താക്കാനുള്ള ഉദ്ദേശമുണ്ടോ മുത്തശ്ശിക്ക്? ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനും ചെറിയമ്മേൻ നാളെ രാവിലെ തന്നെ ഇവിടുന്ന് ഇറങ്ങാം. എന്നിട്ട് കുറച്ചു ദിവസം നിങ്ങൾ നോക്ക്, കണിമംഗലത്ത് ഈ പറയുന്ന യാതൊരു പ്രശ്നവും ഇല്ലെന്ന്. അമ്മ നേരിട്ട് കണ്ട് അമ്മയ്ക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാ. ആര് നിഷേധിച്ചാലും അതിന്റെ തുടർച്ച തന്നെയാ നടക്കുന്നത്. രാധികയെ രക്ഷിക്കണമെന്ന് സത്യസന്ധമായിട്ട് അമ്മയ്ക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം കാണാൻ എല്ലാരോടുമായിട്ട് പറയുക വേണ്ടത്. ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കോ, പക്ഷെ അതിന്റെ പേര് കർമ്മങ്ങളൊന്നും ചെയ്യാതെ മാറി നിന്ന പ്രിയപ്പെട്ട മരുമോളെ ചിലപ്പോ ഇല്ലാതാവും. ഒന്ന് നിർത്താനാ പറഞ്ഞ ചെറിയമ്മേ. വരൂ, ഇനി ഇക്കാര്യത്തില് സംസാരം വേണ്ട. ചിലതൊക്കെ ഞാനും അനുഭവിച്ചിട്ടുള്ളതാ.